കേട്ടോ. ബലൂർഗഡ് ബസ് സ്റ്റോപ്പിൽ നിന്നാണ് തൊയ്ബ ഗാർഡൻ്റെ പരിസരത്തുള്ള ബസ് സ്റ്റോപ്പ്. അവിടെ നിന്ന് എടുത്ത് ഞങ്ങൾ കയറാറുള്ളത് ഗംഗാരംപൂരിൽ നിന്നാണ്. ഗംഗാരംപൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറി കൊൽക്കത്തയിലേക്കുള്ള ബസ് ഇങ്ങനെ പോവാണ്. 7:15 ബലൂർഗഡിൽ നിന്ന് എടുത്ത് ഏകദേശം ഗംഗാരംപൂർ ഞങ്ങൾ കയറുന്ന സ്റ്റോപ്പിൽ 8 മണി 8:05 ആകുമ്പോൾ എത്തേണ്ടതാണ്. പക്ഷെ ഒരു അരമണിക്കൂർ ലേറ്റായി, 8:30 എത്തി. ഞാനിങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊൽക്കത്തയിലേക്ക്. അപ്പം ഇവിടെ ഇപ്പം സമയം എത്രയാണെന്നോ? സമയം 9:07 അപ്പം രാത്രി കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡ് സൈഡിലുള്ള ബംഗാളിലെ രാത്രി കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിലെ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാം. ഇപ്പം ഇതുണ്ടോ, കടകളൊക്കെ ഇങ്ങനെ കുറേ അടച്ചു. പിന്നെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. ചെറിയൊരു അങ്ങാടിയാണ്. ചെയർ മാത്രമുള്ള AC ആണ്, സ്ലീപ്പറില്ല. അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മേലെ ഒരു റാക്കുണ്ട് ലഗേജ് വെക്കാൻ. വലിയ ലഗേജ് വണ്ടീൻ്റെ സൈഡിൽ ഒരു ടിക്കറ്റ് ടോക്കൺ തരും. നമ്മളൊരു സ്റ്റോപ്പിൽ നിർത്തിയിരിക്കുകയാണ് ആളുകളെ കയറ്റാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പം 9:15 അതിൻ്റേതായ ഒരു രാത്രിക്ക് അങ്ങനെ കടക്കടച്ചിങ്ങനെ പോകുന്നൊരു സമയമാണ്. അങ്ങനെ ആ സ്റ്റോപ്പിൽ നിന്ന് ആളെ കയറ്റി വീണ്ടും ഇങ്ങനെ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ കടകളും വണ്ടികളും ഇങ്ങനെ ഓരോരോ കാഴ്ചകളാണ്. രാത്രിയല്ലേ, ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞാൽ അതെല്ലാം അടഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ കടകൾ കുറേ അടച്ച് ഇനി ഇങ്ങനെ അടക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കുറച്ച് ഇപ്പം 9:10-11 ആകുമ്പോഴേക്ക് റോഡ് സൈഡ് ഫുള്ള് കടകളൊക്കെ അടച്ചിട്ടുണ്ടാവും. പിന്നെ ഈ ബസ് വേറെ ധാബകളുണ്ടാവും കേട്ടോ. ആ ധാബയിൽ നിർത്തും ബാത്റൂം പോകാനും ഭക്ഷണം കഴിക്കാനൊക്കെ. അപ്പോൾ അടുത്ത കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മളിങ്ങനെ മുന്നോട്ട് പോകാൻ കേട്ടോ. അപ്പം ബസ് ഇങ്ങനെ പാർക്ക് ചെയ്യാണ് കേട്ടോ. ഇപ്പം സമയം എത്രയായി വെച്ചാൽ 9:41. ഇവിടെ ബസ് പാർക്ക് ചെയ്തിട്ട് പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ബസ് ബാക്ക് ഇങ്ങനെ പാർക്ക് ചെയ്യാം. പിന്നെ വേറെ ബസ്സുകളൊക്കെ ഉണ്ടോ? ഇത് വേറെ ബസ്സുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ആൾക്കാരെ നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടോ. ഇത് AC ആണോ? സ്ലീപ്പറാണ്, AC അല്ല. ഇത് ഭയങ്കര പ്രയാസമാട്ടോ, ഭയങ്കര ജെർക്കിങ് ആയിരിക്കും ഇത്. എന്താ ബസ് നിർത്തി. പിന്നിൽ ഹോട്ടലുകളും ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടാവും. ഒന്ന് കഴിക്കാം, നമുക്ക് ജസ്റ്റ് പോയിട്ടൊന്ന് ചെന്ന് നോക്കാം. പിന്നെ ബാത്റൂം പോകണമെങ്കിൽ മൂത്രമൊഴിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് ഈ ബസ്സിലെ ഡ്രൈവിംഗ് സീറ്റ് സെറ്റപ്പ് ഉണ്ടോ. ഗിയറാണ്. നമ്മളിങ്ങനെ ഇറങ്ങുകയാണ്. ഇവിടെ ഇങ്ങനെ ഇറങ്ങുമ്പം ഓപ്പോസിറ്റ് സൈഡിലൊരു പെട്രോൾ പമ്പും ഇവിടെ ചെറിയ കടകളാണ് കേട്ടോ. ഇതുണ്ടോ, ഇവിടെ പിന്നെ മൂത്രയിക്കൽ മത്സരമാണ്, നിന്ന് മൂത്രയിക്കും. പിന്നെ അവിടെ ചെറിയ കടകൾ, ഇതൊക്കെ മൂത്രയിക്കുന്ന ആൾക്കാരാട്ടോ. ബാത്റൂം അപ്പുറത്തുണ്ടെങ്കിൽ അവർ പുറത്തുനിന്ന് നിന്ന് അങ്ങനെ കൂളായിട്ട് കഴിക്കും. ഇത് കടകളാണ്, ചെറിയ ചെറിയ കടകൾ. പിന്നെ അപ്പുറത്ത് അത്യാവശ്യം വലിപ്പമുള്ള ഹോട്ടലുണ്ട്. അതിൽ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടുന്ന് ചായ കിട്ടും. ഇത് ചെറിയ ചായ, സ്നാക്സ്, വെള്ളം, അതുപോലെ തന്നെ ബോട്ടിൽ വാട്ടർ ഒക്കെ കിട്ടും ഇവിടുന്ന്. അപ്പോൾ ഒരുപാട് ബസ് ഇവിടുന്ന് ഇങ്ങനെ നിർത്തും കേട്ടോ. നമ്മൾ വന്ന ബസ്സാണ് ശ്യാമോളിൻ്റെ ബസ്. നമുക്ക് ഈ ഹോട്ടലൊന്ന് കയറി വെക്കാം. ഇതാണ് ഇവിടുത്തെ ഹോട്ടൽ. അപ്പോൾ ഞാൻ യൂണിബിക്കിൻ്റെ ഒരു ചോക്ലേറ്റിൻ്റെ പീസും പിന്നെ ഒരു ഗ്ലാസ് ചായ വാങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഈ കടയിൽ നിന്നാണ് ചായ വാങ്ങിയത് കേട്ടോ. അപ്പം ഭക്ഷണം ഞാൻ തൊയ്ബയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കഴിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല, അതുകൊണ്ട് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ചായ കുടിക്കാം. ഇതാണ് നമ്മൾ യാത്ര ചെയ്യുന്ന ബസ് കേട്ടോ, ശ്യാമോളി. അത്യാവശ്യം നല്ല സർവീസുള്ള ബസ്സാണ് ഇത്. സ്ലീപ്പറില്ലാത്ത മോഡലാണ്. സ്ലീപ്പറുള്ള മോഡലും ഉണ്ടാവും. എനിക്ക് സ്ലീപ്പറിൽ കിടന്ന ഭയങ്കര ഊരവേദന വരുന്നൊരു ഒരു രീതി എനിക്ക്, അതുകൊണ്ട് ഞാൻ സ്ലീപ്പർ ഒഴിവാക്കിയാണ്. ചെയറിലാണ് ഇപ്പം ഇരുന്ന് പോകുന്നത്. ഒരു നല്ലൊരു ഹൈവേ ആണ്, നമ്മുടെ കൊൽക്കത്ത ബലൂർഗഡ് റോഡാണ്. അപ്പോൾ ഇതിന് കണ്ടോ, ഇവിടെ ഒരുപാട് ബസ് നിർത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ബസ്സാണ് നമ്മളത്. അപ്പോൾ ഞാൻ ചായ കുടിച്ചു. പിന്നെ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിയിട്ടുണ്ട്. ഓൾറെഡി അവർ വെള്ളം തരും. അപ്പം ബസ് കയറാണ് കേട്ടോ. അത്യാവശ്യം ടൈം ഉണ്ടാവും ഇവിടെ.
പിന്നെ കൂടുതൽ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ഞാൻ പതുക്കെ ബസ്സിലേക്ക് കയറാം. അങ്ങനെ ഭക്ഷണം കഴിച്ച് വണ്ടി ഇങ്ങനെ മെല്ലെ മൂവ് ആവണം കേട്ടോ. ഇപ്പോൾ ഹൈവേയിലൂടെ ഇങ്ങനെ വണ്ടി മൂവായിട്ട് ഇങ്ങനെ പോകുന്നു. ഇപ്പം സമയം അത്യാവശ്യമായി 10 മണി കഴിഞ്ഞു. വലിയ ലോഡ് വണ്ടികളൊക്കെ സൈഡ് കൂടെ അങ്ങനെ പോകുന്നുണ്ടാവും. ഇനിയിപ്പം ഇടയ്ക്ക് ബ്ലോക്ക് വന്നാൽ വണ്ടി നിൽക്കും. അപ്പോഴാണ് സാധാരണ 5 മണിക്കാണ് ഈ ഒരു ബസ്സിൻ്റെ സമയം ടിക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ 6 മണി 6:30 ആവുന്നത്. ഇടയ്ക്ക് ലോറിൻ്റെ ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട്. കണ്ടോ, ലോഡ് വണ്ടിയാണോ പോണൊക്കെ. അങ്ങനെ ബ്ലോക്ക് വന്നാൽ നമുക്ക് എപ്പോഴാണ് കൊൽക്കത്ത എത്തുകയെന്ന് പറയാൻ കഴിയില്ല. ഏതായാലും നമുക്കിങ്ങനെ പോയി നോക്കാം. എന്തെങ്കിലും പ്രത്യേക കാഴ്ചകളുണ്ട്, ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ മൂവായിട്ട് പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു ടോൾ ഗേറ്റ് ഉണ്ട് കേട്ടോ. ഫറക്ക എന്ന സ്ഥലത്തെ ടോൾ ഗേറ്റാണ്. അതൊക്കെ ഫാസ്റ്റാഗുണ്ട്, കാണിച്ചു തരാം. വണ്ടിയുടെ ഹമ്പ് ചാടിപ്പോയി. ഫാസ്റ്റാഗ് ഉണ്ട് കണ്ടോ, ഫാസ്റ്റാഗ് സൗകര്യങ്ങൾ അവിടെ ആണ്. സൈഡിൽ ഇങ്ങനെ കാണണ്ടോ ഫാസ്റ്റാഗിന്. ഗ്ലാസിൻ്റെ ഉള്ളിലാകുമ്പോൾ അത്ര കിട്ടുള്ളൂ കേട്ടോ, പുറത്തേക്ക് ഇടാൻ കഴിയില്ലല്ലോ മൊബൈല്. ഫാസ്റ്റാഗ് സൗകര്യമുണ്ട് എല്ലായിടത്തും, നിർബന്ധമായില്ലേ. അപ്പം നമ്മൾ ടോളും കഴിഞ്ഞ് ഇങ്ങനെ ലോഡ് വണ്ടികളുണ്ടോ അങ്ങോട്ട് പോവാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ചില സ്ഥലത്തൊന്നായിട്ട് ബ്ലോക്കായി കിടക്കും. അപ്പോഴാണ് പിന്നെ സമയം വൈകുന്നതും ഒക്കെ. അപ്പം ടോളൊക്കെ കഴിഞ്ഞ് വണ്ടി ഒന്ന് സ്പീഡിൽ മൂവ് ആവുന്നുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് ബാക്കി നല്ല കിടിലൻ കാഴ്ചകൾ വരുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ സമയം 2:30 മണിയായിട്ടോ. അപ്പം ഞങ്ങളിവിടെ ബസ് നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഉണ്ടോ, ഇവിടെ ഹോട്ടലുണ്ട്, ഇവിടെ ഒരു ഹോട്ടലുണ്ട്. നമ്മുടെ ബസ് ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും കഴിക്കാനും പിന്നെ ബാത്റൂമും ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത്. ഇവിടെ 2 ബസ് സ്റ്റോപ്പാണ് ഇതിനുണ്ടാവുക. ഈ ബസ് സ്ലീപ്പർ ആണ് കേട്ടോ. സ്ലീപ്പറും ചെയറുള്ള ബസ്സാണ്. ഷ്യാമോളില്ല, പൗർണമിയാണ്. ഇതുണ്ടോ, അതിന് സ്ലീപ്പറുണ്ട് ചെയറുണ്ട്. ഷ്യാമോളിക്കുണ്ട് ഇതേമാതിരത്തെ ബസ്. നമ്മളിന്ന് ചെയറാണ് എടുത്തത്. ഉണ്ടോ, ഈ ഹോട്ടലിൽ നിന്നാണ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുക. അപ്പം നമ്മളിവിടെ ബസ് സ്റ്റാൻഡിലെത്തിട്ടോ. കറക്റ്റ് 5 മണിക്ക് തന്നെ എത്തി. 5 മണിക്ക് എത്തുന്നുള്ളത് 5 മണിക്ക് തന്നെ എത്തി. അത് വളരെ ഒരു അട്രാക്റ്റീവായ സാധനം കേട്ടോ. ഈ പിന്നെ സ്ലീപ്പറുള്ള ബസ് സാധാരണഗതിയിൽ പറഞ്ഞ സമയത്ത് എത്താറില്ല. പക്ഷേ ചെയർ മാത്രമാണെങ്കിൽ ഏകദേശം പറഞ്ഞ സമയത്തിന് എത്തും. ഇവിടുന്ന് നമുക്കിനി കൊൽക്കത്തയിൽ നമ്മൾ ഓഫീസിലേക്ക് പോകണ്ട്. ഇവിടുന്ന് ഒരു ടാക്സി വിളിച്ചിട്ടുണ്ട്. നമ്മൾ അംബാസഡർ ടാക്സിയാണ്. അപ്പോൾ അതിലിങ്ങനെ പോവാണ് കൊൽക്കത്തയ്ക്ക്. 3.6 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് 3.6 കിലോമീറ്ററിന് ടാക്സി കൊടുക്കേണ്ടത് 250 ചോദിച്ചത്. പക്ഷേ 200 രൂപ കൊടുത്താൽ നമുക്ക് എത്താൻ കഴിയും. ഈ റോഡിലൊക്കെ കാണുന്നില്ലല്ലേ. അപ്പം ഞാൻ ഓഫീസിലെത്തട്ടെ. കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. അതിരാവിലെയുള്ള കാഴ്ചകളാണ് കാണുന്നത്. കടകളൊന്നും തുറന്നിട്ടില്ല. 5 മണിയല്ലേ ആയിട്ടുള്ളൂ. ബേസ്കരിക്കാൻ കള്ളാവില്ല, കാരണം നമ്മൾ അടുത്തും. ഇപ്പോൾ ഇതുണ്ടോ ഓരോരോ രസമുള്ള കാഴ്ചകളാണ്. സ്ട്രീറ്റൊക്കെ ഇപ്പം ഇത് കുറച്ച് കഴിഞ്ഞാൽ ആകെ തിരക്കരിയോ ഒഴിഞ്ഞ് കിടക്കുകയാണ്. കണ്ടോ, ആരും നടക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ ജോലിൻ്റെ സമയമൊക്കെ ആയാൽ ഇതൊക്കെ ഫുള്ളായിരിക്കും. ഇതിലൊക്കെ ആളുകൾ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകും. ഇപ്പോൾ ഒഴിഞ്ഞ് കിടക്കുകയാണ്. നമ്മൾ ഡ്രൈവർ ഇങ്ങനെ വണ്ടി ഓട്ടുന്നുണ്ട്. അംബാസഡർ കാറാണ്, പഴയ അംബാസഡർ കാർ. അത് കൊൽക്കത്തയിലാണ് നമുക്ക് ടാക്സി ആയിട്ട് ഇപ്പോഴും കാണാൻ കഴിയുക. അപ്പോൾ നമ്മളവിടെ ഇറക്കിയിട്ട് വണ്ടി ഇങ്ങനെ പോയി. നമുക്ക് നമ്മൾ ഓഫീസിലേക്ക് പോകണം. ഓരോ ടാക്സി ഇവിടെ കഴുകുകയാണ് കേട്ടോ. രാവിലെ വർക്കിന് പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഓഫീസ് ഇവിടെ ഇതിൽ പോയാലാണ്. ഇതൊക്കെ ഇനി കടകളാണ്, ഇതൊക്കെ തുറക്കും. 5:15 ആയിട്ടുള്ളൂ. ഇതൊക്കെ വലിയ വലിയ ഫ്ലാറ്റുകളാണ്. നമ്മുടെ ഓഫീസിലേക്ക് ഇതിലെങ്ങനെ പോയാൽ മതി. ഉണ്ടോ, രാവിലെ അടിച്ചു വരണം. ഇതെന്താ വേസ്റ്റൊക്കെ അടിച്ചോരി ഇടുന്നുണ്ട്.
ഫാമിലി ഉണ്ട് കേട്ടോ അവിടെയൊക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ് കാഴ്ചകൾ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി കൊൽക്കത്തയിലെ കുറച്ച് കാഴ്ചകൾ ഇൻഷാ അല്ലാഹ് ഞാൻ കാണിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം ഇവിടെ കൊൽക്കത്തയിൽ നിൽക്കാനാണ് പ്ലാന്. നോക്കുക ഇൻഷാ അല്ലാഹ്.